ഇട്ട് ഒന്ന് വിശ്രമിക്കാൻ മണ്ണിൽ ഇരിക്കുമ്പോൾ ചുറ്റും വട്ടം കൂടിയിരിക്കാൻ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ചിലർ അയാളുടെ ഉടുപ്പ് കഴുകിക്കൊടുക്കും, ചിലർ പുതിയത് കൊണ്ടുവന്നിട്ടുണ്ടാവും. അയാൾ പക്ഷെ ആരോടും സംസാരിച്ചിരുന്നില്ല. ചിലപ്പോൾ ആരും കേട്ടിട്ടില്ലാത്ത ഏതോ ഭാഷയിൽ എന്തൊക്കെയോ പറയും, അയാൾക്ക് മാത്രം മനസ്സിലാകുന്ന എന്തൊക്കെയോ. വായിച്ചു കേട്ടല്ലോ, സന്തോഷമായ? ആയി. എങ്ങനെയുണ്ട്? അത് പറഞ്ഞോളൂ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ഓക്കെ കുട്ടു, ഞാൻ സത്യം പറയാം, അതാണ് അതിൻ്റെ ശരി. പ്ലീസ്. ഗുട്ടു, ഇതെല്ലാം വെറും വാക്കുകളല്ലേ? കൈൻഡ് ഓഫ് ബീയിങ് ക്ലെവർ വിത്ത് വേർഡ്സ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? കാരണം ഈ വായിച്ച കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്ന് ഗുട്ടുവിന് പോലും അറിയാമെന്ന് തോന്നില്ല. വിഷമിപ്പിച്ചെങ്കിൽ സോറി. പക്ഷേ ഗുട്ടുവിനോട് സത്യം പറയുന്നതാണ് ശരിയെന്ന് തോന്നി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നടത്തിയൊക്കെ കഴിഞ്ഞോ? ഓ യെസ്. നേരെ ഉറങ്ങിയോ? ലൈക്ക് എ ലോഗ്. പക്ഷേ നേരത്തെ എണീറ്റു. ചോദിക്കാതെ കമ്പ്യൂട്ടറിൽ തൊട്ടതിന് സോറി. ഐ വാസ് ജസ്റ്റ് ചെക്കിംഗ് മൈ മെയിൽ. സാരമില്ല. പക്ഷേ ഞാൻ രസമുള്ളൊരു സ്വപ്നം കണ്ടു. ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം? ഓംലെറ്റും ടോസ്റ്റ് മതിയോ? ടോസ്റ്റ് വേണ്ട, ഓംലെറ്റ് ആകാം. ടോസ്റ്റ് ഇഷ്ടമല്ലേ കുട്ടുവിന്? ഇഷ്ടമാണ്, പക്ഷേ ടോസ്റ്റ് എനിക്ക് തനിയെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം. ഈ ബട്ടർ പുരട്ടി ചെറിയ ചൂടിലാകുമ്പോൾ നല്ല ക്രിസ്പായിരിക്കും. ഷട്ട് ഡൗൺ ചെയ്യട്ടെ? വേണ്ട, ഓണായി കിടക്കട്ടെ. കുറച്ച് എഴുതാം. എന്തായാലും എണീറ്റു, എഴുതാനുള്ളൊരു മൂടുണ്ട്. യു നോ ഗുട്ടു, യു റിമൈൻഡ് മീ ഓഫ് മൈ ഗ്രാൻഡ് ഡാഡ്. ഏയ്, പ്രായം കൊണ്ടല്ല, ഗുട്ടുവിൻ്റെ ശബ്ദം, സംസാരിക്കുന്ന രീതി. ഐ ഡോണ്ട് നോ. എനിവേ, അതൊരു കോംപ്ലിമെൻ്റ് ആണ്. ഗുട്ടു, ഞാനൊരു കുഴപ്പം കാണിച്ചു. ഡോണ്ട് ഗെറ്റ് മാഡ് അറ്റ് മീ, പ്രോമിസ്. ആദ്യം കാര്യം പറ, പ്രോമിസ് പിന്നെ ചെയ്യാം. അത് പറ്റില്ല. ആദ്യം പ്രോമിസ്, അത് കഴിഞ്ഞ് പറയാം. ഓക്കെ, പ്രോമിസ്. ഇനി പറ, എന്ത് പറ്റി? ഗുട്ടു, ഞാനത് ഇറേസ് ചെയ്തു. ഐ എം സോറി. ദേഷ്യപ്പെടരുത് പ്ലീസ്. എന്താ നീ അറേസ് ചെയ്തേ? ഗുട്ടുവിൻ്റെ ബുക്ക്. ഐ എം സോറി, എന്നെ വഴക്ക് പറയരുത്. എന്താ നീ കാണിച്ചേ? ഞാൻ ഇനി എന്ത് ചെയ്യും? പ്രോമിസ് ചെയ്തതല്ലേ ദേഷ്യപ്പെടില്ല എന്ന്. ദേഷ്യപ്പെട്ടതല്ല.
നീ എന്തായി കാണിക്കണേ? വട്ടുണ്ടോ? ആരോട് ചോദിച്ചിട്ടാ? ഐ എം സോറി ഗുട്ടു, ഇത് ചെയ്തേ പറ്റൂ. എന്നോട് ക്ഷമിക്ക്. നിനക്ക് നല്ല തല്ല് കിട്ടാത്തതിൻ്റെയാ. നീ ആരാ? നിനക്ക് എന്താ വേണ്ടേ? കേട്ടില്ലേ ചോദിച്ചത്? നീ ആരാന്ന്? എന്നെ അറിയില്ലേ? പിന്നെന്തിനാ ഒരു സ്ട്രേഞ്ചറിനെ പോലെ പെരുമാറുന്നത്? ഗുട്ടുവിന് എന്നോട് തീരെ ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. ഞാൻ പോകണോ? ഇഷ്ടത്തിൻ്റെയും ഇഷ്ടക്കേടിൻ്റെയും കാര്യമൊന്നുമല്ല. നിനക്കെന്തോ ഒരു ഉദ്ദേശമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയണം. നീ എൻ്റെ പിന്നാലെ ഇവിടെ കയറുന്നു, എൻ്റെ വീട്ടിൽ വന്ന് എന്നെ നശിപ്പിക്കാൻ നോക്കുന്നു. നിനക്കെൻ്റെ കഥ കഴിക്കണം. പറ, ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ഐ ഡിഡ് നോട്ട് ഡിസ്ട്രോയ് യുവർ ലൈഫ്. ഗുട്ടു എഴുതിയ കുറേ പേജുകൾ മാത്രമാണ് ഞാൻ നശിപ്പിച്ചത്. അതും അർത്ഥമില്ലാത്ത കുറേ വാക്കുകൾ. അത് ഗുട്ടുവിനും അറിയാം. പക്ഷേ പേര് കേട്ട എഴുത്തുകാരനായതുകൊണ്ട് അറിയാത്ത പോലെ കാണിക്കുവാണ്. അതൊക്കെ സമ്മതിച്ചു. ഞാനൊരു വിശ്വസാഹിത്യ പ്രതിഭയൊന്നുമല്ല. എഴുതിയത് പലതും അത്ര പോരായിരിക്കുക. എന്നും പറഞ്ഞ് നീ എന്താ കാണിച്ചേ? ഗുട്ടു തന്നെ ഇതൊക്കെ കത്തിച്ച് കളയണമായിരുന്നു ശരിക്കും. പക്ഷേ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തു. Somebody had to. നമ്മളെ ഒരുമിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? കൊള്ളാം. എങ്കിൽ പിന്നെ ദേ ഇതിൻ്റെ പടവും കൂടി എടുത്തോ. ഇനി ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായാലായി. വിഷയ വിഷയ